നമസ്കാരം മാഷെ. എത്ര പറഞ്ഞാലും തീരാത്തൊരു മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ തന്നെ മുമ്പൊരിക്കൽ ഈ മനുഷ്യനെ കുറിച്ച് ഇതേ വേദിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷെ ആ മനുഷ്യന്റെ ഒരു പൊതുജീവിതം, അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം എങ്ങനെയായിരുന്നു അവിടെ എത്തിയത്, അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രതന്ത്രജ്ഞത, അധ്യാപനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ ചില കർക്കശ്യങ്ങൾ, ചില നിലപാടുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ആരാന്ന് ചോദിക്കുമ്പോൾ നമുക്കെല്ലാം ചിരപരിചിതനായ ലോകവേദികളിൽ ഇടിമുഴക്കം പോലെ വളരെ കുറച്ച് സംസാരിക്കുന്ന ഡോക്ടർ എസ് ജയശങ്കർ. റൈറ്റ്. ജയശങ്കറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വിശേഷിച്ച് എവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ടോ അവരുടെയൊക്കെ പ്രധാന ചർച്ചാ വിഷയമാണ് ജയശങ്കർ. പക്ഷേ ആളുകൾ കൊണ്ട് സംസാരിപ്പിക്കുന്ന വിധത്തിൽ ഒച്ച വെക്കുന്ന ഒരാളല്ല, അതല്ല ഒരിക്കൽ പോലും. ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. മിതഭാഷിയാണ്. തൻ്റെ ഉത്തരവാദിത്വം വളരെ സൗമ്യമായി, മനോഹരമായി, കിറുകൃത്യമായി, അളന്നു മുറിച്ചൊരു, അതെ അങ്ങനെ പറയുന്ന ഒരാളാണ്. വിദേശകാര്യമന്ത്രിമാർ ഒരുപാട് പേര് നമുക്കുണ്ടായിട്ടുണ്ട്, ആരും അങ്ങനെ മോശക്കാരല്ല. VK കൃഷ്ണമേനോൻ തൊട്ട് ഇപ്പോൾ ആ കൂട്ടത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാമത്തെ ആൾ ഒരു റാങ്ക് വരുമ്പോൾ AB വാജ്പേയി തന്നെയാണ് വരിക. പിന്നെ സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു. ഒരു പിൽക്കാലത്ത് വന്നവരൊന്നും അത്ര മോശമായിട്ടില്ല. പക്ഷേ ആ ഗണത്തിൻ്റെയൊക്കെ ഒരു ട്രാക്ക് റെക്കോർഡ് മാറ്റിപ്പണിത ഒരാളാണ്, മാറ്റി തീർത്ത ഒരാളാണ്. നമ്മളിപ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആഗോള ശബ്ദം എന്ന് പറയാവുന്ന ആഗോള ശബ്ദമാണ്. മാത്രമല്ല പുതിയ കാലത്തിന്റെ, നമ്മൾ ഈ പോസ്റ്റ് ട്രൂത്ത് കാലം എന്ന് പറയും, പോസ്റ്റ് മോഡേൺ ഒക്കെ കഴിഞ്ഞല്ലോ. പോസ്റ്റ് ട്രൂത്ത് കാലത്തിന്റെ ഒരു രീതി എന്താന്ന് വെച്ചാൽ അനാവശ്യമായി ഒച്ച വെക്കുന്നവന് ചെവി കൊടുക്കൂല ആളുകൾ. എന്തിന് ബഹളം വെക്കണം? കാര്യമാണ് പറയാനുള്ളതെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞ ആവൃത്തി, ലോവസ്റ്റ് ഫ്രീക്വൻസിയിൽ പറഞ്ഞാൽ ജനം അത് കേൾക്കും. തീർച്ചയായും. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ മാന്ത്രികമായ സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു IFS കാരനാണ്. അതെ. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാന്നുള്ള, ചുരുങ്ങിയ വാക്കുകളിൽ പറയുക, ഏറ്റവും കുറഞ്ഞ വോയിസിൽ പറയുക. പല കുട്ടികൾ, ഇപ്പം എനിക്ക് എൻ്റെ കൂടെ പല അധ്യാപകരും അമിതമായി ശബ്ദം വെച്ചിട്ട് തൊണ്ട പോയി അവസാനം ഈ യന്ത്രം വെച്ചിട്ടൊക്കെയാണ് പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോവുക. ഞാൻ അവരോടൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ ഒച്ച വെക്കുന്നത്? അപ്പോൾ എന്നോട് പറയും, സാറേ കുട്ടികൾ ഭയങ്കര ഒച്ചയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, 19 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ ഒച്ച വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഒച്ച വെച്ചിട്ട് അവരെ അടക്കിയിരിക്കാൻ നിങ്ങൾ കരുതുന്നോ? പാഴ്വേലയല്ലേ അത്? അതിന് പകരം അവരുടെ വോയിസ് കുറഞ്ഞു വരുന്നത് വരെ നിങ്ങളൊന്ന് നിശബ്ദരായി നോക്കൂ. പതുക്കെ നിങ്ങളുടെ വോളിയം കുറച്ച് കൊണ്ടുവന്ന് നോക്കൂ. നിങ്ങളൊരു മന്ത്രധ്വനി പോലെ അവർ കേൾക്കും. യെസ്, ഇതാണ് ജയശങ്കർ. ജയശങ്കർ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ജയശങ്കർ ദൈവത്തിന്റെ അപാരമായ ഒരു കയ്യൊപ്പ്, ഒരു കാര്യമുണ്ട്. അതിഞ്ഞൊരു മാഷെ പോലെ ഒരു അധ്യാപികയുടെ മകനായിരുന്നു. അതായിരിക്കോട്ടെ, അമ്മ ടീച്ചറായതിന്റെ ഒരു ഗുണമുണ്ടാവുമായിരിക്കും. അതെ, ആണവ വിദഗ്ധനായിരുന്നു. ആണവതന്ത്രങ്ങൾ സുബ്രഹ്മണ്യം. അത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും കേട്ടോ. അപ്പൊ അമ്മ ലേഡി ടീച്ചേഴ്സിന് വേറൊരു ഗുണമുണ്ട്. അവരുടെ ഒരു ഗുണം എന്താണെന്ന് പറയുക, ഭൂമിയിലുള്ള ഒരു സ്വന്തം വീട്ടിലെ 1-2 കുഞ്ഞുങ്ങളെ മാത്രമല്ല, കണ്ടുമുട്ടുന്ന ക്ലാസ് റൂമിലെ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. ആ കുട്ടികൾക്കൊക്കെ അമ്മമാരായിരിക്കും, എല്ലാവർക്കും അമ്മമാരാണ്. എത്രയോ തലമുറകളുടെ അമ്മയായി തീരും ലേഡി ടീച്ചേഴ്സ്. എനിക്ക് അങ്ങനെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രത്നമ്മ ടീച്ചറെ പോയി കണ്ടിരുന്നു. അപ്പോൾ എന്നെ അക്ഷരം പഠിപ്പിച്ച, അവർക്കിപ്പോൾ ഒരുപാട് വയസ്സായി, എന്നാലും മോനെ എന്നാ വിളിയുണ്ടല്ലോ. ഈ പ്രായത്തിൽ 60 വയസ്സിൽ നമ്മൾ വീണു പോകും. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഡൽഹിയിലാണ്. തമിഴ് ഇവരൊക്കെ തമിഴ്നാട്ടുകാർക്ക് അപാരമായ സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ സുബ്രഹ്മണ്യം തമിഴ്നാട്ടിൽ നിന്ന് പോയി എയർഫോഴ്സിൽ ജോലിയുമായിട്ട് പോയത്. ഡൽഹിയിലെ സെറ്റിൽ ചെയ്ത കാലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അദ്ദേഹം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ഡൽഹിയാണ്. എന്നിട്ട് ഡൽഹി കീഴടക്കിയ ആളാണ്. അതാണ് ജയശങ്കർ ഒരു ഭാഗ്യം. എന്ന് വെച്ചാൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഇദ്ദേഹം 55-ലാണ് ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നാളുകളിൽ ജവഹർലാൽ നെഹ്റുവിനെ കണ്ടു വളർന്ന, ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തൊട്ട് പിന്നീടുള്ള എല്ലാ ഭരണകൂടത്തിന്റെ ചലനങ്ങളെയും, ഇന്ദ്രപ്രസ്ഥത്തിലെ സകലമാന പൊറാട്ട് നാടകങ്ങളും എല്ലാം കണ്ടു വളർന്നൊരു ബാല്യമുണ്ട്. അദ്ദേഹം ആദ്യം പഠിക്കുന്നത് അവിടുത്തെ എയർഫോഴ്സ് സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അച്ഛൻ ട്രാൻസ്ഫർ കിട്ടി ബാംഗ്ലൂർക്ക്, അവിടുത്തെ മിലിറ്ററി സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപാരമായ അച്ചടക്കത്തോടെ ആ അച്ചടക്കം ആ ജീവിതത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും വന്നപ്പോ അവിടുത്തെ സെന്റ് സേവിയേഴ്സ് മറ്റേ വിഖ്യാതമായ സ്കൂൾ ഉണ്ടല്ലോ, അവിടെയാണ് പിന്നെ അദ്ദേഹം ഹൈസ്കൂൾ. അത് കഴിഞ്ഞിട്ട് അവിടെ പഠിക്കുന്നത്, പിന്നെ അദ്ദേഹം പഠിക്കുന്നത് സെന്റ് സ്റ്റീഫൻസിലാണ്.
ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അതെ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഗംഭീരമായ ഒരുപാട് കോളേജുകളുണ്ട്. അതിൽ അതെ. ഏറ്റവും നമ്പർ 1 ആണ് സെന്റ് സ്റ്റീഫൻസ്. അവിടെ പഠിക്കാൻ എല്ലാവർക്കും താല്പര്യം. അവിടെയാണ് അദ്ദേഹം പഠിച്ചത്. അതിനിടയ്ക്ക് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം, അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെറിയ ലൈറ്റ് വരും, ചെറിയ വെളിച്ചം വരുന്നുണ്ട്. ശ്രദ്ധിച്ചോന്നറിയില്ല. അദ്ദേഹത്തിന് എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ സെന്റ് സ്റ്റീഫൻസിൽ പഠിക്കുമ്പോഴാണ്. ഡിഗ്രിക്ക് ചേരുമ്പോൾ യാദൃച്ഛികമായിട്ട് അദ്ദേഹം കെമിസ്ട്രി എഴുതി കൊടുക്കുകയാണ്. ഓ, അദ്ദേഹത്തിന്റെ പകരം അദ്ദേഹത്തിന്റെ ഇപ്പോൾ സഞ്ജയ് സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ സഹോദരനാണ്, ചരിത്ര ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ഹ്യൂമാനിറ്റീസ് എടുത്താണ് പഠിക്കാൻ പോയത്. ഇദ്ദേഹം BSc കെമിസ്ട്രിക്ക് ചേരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എവിടെയോ ഒരു രാസമാറ്റം ഉണ്ട്. രാജ്യത്തിന് വേണ്ടി നാളെ ഞാൻ ചെയ്യേണ്ടി വരിക എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ചിന്തയുണ്ട്. അത് കഴിഞ്ഞു അദ്ദേഹം JNUവിൽ ചേർന്നു. JNU ഇന്നത്തെ പോലെ രാഷ്ട്രീയക്കാർ കയറി നശിപ്പിച്ചിട്ടില്ല കേട്ടോ. അന്ന് ഗംഭീരമായ ലോകോത്തരമായ യൂണിവേഴ്സിറ്റി ആയിരുന്നു. JNUവിലാണ് അദ്ദേഹം MAക്ക് ചേരുന്നത്, MPhilന് ചേരുന്നു, അത് കഴിഞ്ഞ് PhD എടുക്കുന്നു. PhDക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഉൾവിളി ഉണ്ടായി. അദ്ദേഹത്തിന് ന്യൂക്ലിയർ സയൻസിലാണ്. ആലോചിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അറിയാം അച്ഛന്റെ വഴി അവിടെ വെച്ച് തിരഞ്ഞെടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകാവുന്ന ഒരു കാര്യം ഓർമ്മയുണ്ടോ സാറിന്? പിൽക്കാലത്ത് അമേരിക്കയുമായി UPA ഗവൺമെന്റ് എങ്ങനെ തകർന്നു പോയത്? UPA ഗവൺമെന്റ് തകർന്നു പോയത് അമേരിക്കയുമായി ന്യൂക്ലിയർ കരാർ ഒപ്പുവെക്കുമ്പോഴാണ്. ന്യൂക്ലിയർ കരാർ ഒപ്പുവെക്കാൻ പോയത് ഈ ജയശങ്കർ. അന്ന് ജയശങ്കറിനെ ആർക്കും അറിയില്ല. അപ്പൊ ന്യൂക്ലിയർ കരാർ ഉൾപ്പെടെ ഈ രാജ്യത്തിന് വേണ്ടി ഒപ്പുവെക്കേണ്ടി വരിക ഞാനാണ് എന്നൊരു ബോധം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം 77 അവരൊരു കാര്യം ആലോചിച്ച് നോക്കൂ. അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാവരും അടിയന്തരാവസ്ഥക്കെതിരായി സമരം ചെയ്യാനും ജോർജ് ഫെർണാണ്ടസ് ഒക്കെ ഈ റെയിൽപാള അട്ടിമറിക്കുന്നത് കണ്ടുകൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. റെയിൽപാള അട്ടിമറിക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം കോളേജിലേക്ക് പോകണം. എൻ്റെ പണി പഠിക്കലാണ്. പഠനം പൂർത്തിയാക്കിയിട്ട് 77 അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്ത് അദ്ദേഹം IFSൽ ചേരുകയാണ്. IFS അദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കുക. IFS ആലോചിച്ച് നോക്കൂ. ഈ മനുഷ്യന്റെ മഹാഭാഗ്യം, ഈ ദൈവികമായ ചില വരദാനങ്ങൾ കിട്ടിയാൽ അങ്ങനെയുണ്ട്. ഇദ്ദേഹം IFSൽ വന്നാൽ ആദ്യത്തെ ഒരു 2-3 കൊല്ലത്തെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അംബാസഡർമാരാണല്ലോ പോസ്റ്റ്. അതെ. ലോകത്തിലെ ഒരു കൊച്ചു രാജ്യത്ത് ആരും കേട്ടിട്ടില്ലാത്ത, കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത ഒരു രാജ്യത്തും ഇദ്ദേഹം അംബാസിഡർ ആയിട്ടില്ല. ഇദ്ദേഹം ആദ്യം ചെക്ക് റിപ്പബ്ലിക്കിലാണ്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് സോവിയറ്റ് യൂണിയനോട് കിടപിടിക്കുന്ന രാജ്യമാണ് ചെക്കോസ്ലോവാക്യ. അവിടുത്തെ അംബാസിഡർ ആയിട്ടാണ് തുടങ്ങുന്നത്. സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ, അവിടെ അംബാസിഡർ അല്ല, ഹൈക്കമ്മീഷണർ, ചെറിയ പോസ്റ്റ് അല്ല, എല്ലാവരും സ്വപ്നം കാണുന്ന പോസ്റ്റാണ്. അത് അവിടെയാണ് അദ്ദേഹം 2ാമത് ചെല്ലുന്നത്. 3ാമത് ലോകത്തിലെ അന്നത്തെയും ഇന്നത്തെയും 2 വമ്പൻ രാജ്യങ്ങളുടെ ഇന്ത്യൻ അംബാസിഡറാണ്. ഒന്ന് ചൈനയുടെ, 2 അമേരിക്കയുടെ. വെറുതെ അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ അംബാസിഡർക്ക് കിട്ടാനുള്ള ഒരു പോസ്റ്റ് ഏതാ? പക്ഷെ അന്ന് ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ വഴി നോക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വഴിയിൽ അങ്ങനെ പ്രതിഭകൾക്ക് വരാനുള്ളത് വരും, അത് വഴി തങ്ങും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആകെ പിന്നെ ഈ അംബാസിഡർമാർക്ക് ഒറ്റ പോസ്റ്റേ ഉള്ളൂ, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. വലിയ ആ പോസ്റ്റിൽ വരികയാണ് അദ്ദേഹം. റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു അദ്ദേഹം വരുന്നത് 2015 വിദേശകാര്യ സെക്രട്ടറി ആവുന്നു. പിന്നെ ഒരു കൊല്ലം മറ്റേ ഉള്ളൂ അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം 55 ജനിച്ചത്. 60 വയസ്സിലാണ് സെൻട്രൽ സർവീസ് തീരുക. അപ്പൊ ഏതാണ്ട് ഈ 2015 16 അദ്ദേഹത്തിന്റെ പോസ്റ്റ് തീരാൻ കാത്തു നിന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനി ടാറ്റ കൊണ്ടുപോയി. അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വിദേശകാര്യ സെക്രട്ടറി സർവീസിൽ ഏറ്റവും വലിയ ശമ്പളം കിട്ടിയതിന്റെ 3 ഇരട്ടിയ ടാറ്റ ശമ്പളം വാങ്ങി. ഗ്ലോബൽ കോർപ്പറേറ്റ് അഫയേഴ്സ് പ്രസിഡന്റാണ്. ആ പദവി കൊണ്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ വിദേശകാര്യ അംബാസിഡർ എന്ന നിലയിലോ വിദേശകാര്യ സെക്രട്ടറി എന്ന നിലയിലോ അദ്ദേഹം പോകാത്ത രാജ്യങ്ങളൊക്കെ ടാറ്റയ്ക്ക് വേണ്ടി പോയി. അതും വലിയ എക്സ്പീരിയൻസ് ആയി. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അത്ഭുതകരമായ ഒരു കാഴ്ച. അതാണ് ഈ നരേന്ദ്രമോദിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ആരെ എന്തിനു കൊള്ളാം. ഇദ്ദേഹത്തിന്റെ സർവീസ് മാനിച്ചിട്ട് ഇദ്ദേഹത്തിന് പത്മശ്രീ കൊടുക്കുന്ന സമയത്ത് നരേന്ദ്രമോദി നോട്ടം വിട്ടു. ഇവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഈ 2019 പൊടുന്നനെ നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിതമായിട്ട് രണ്ടാമത്തെ മോദി ഗവൺമെന്റ് വന്നപ്പോൾ മോദി തീരുമാനിച്ചു, ഇനി വെല്ലുവിളികളുടെ കാലമാണ്, ആരെങ്കിലും ഒന്നും പോരാ. ഒന്നാലും ചരിത്രമാണത്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ റെക്കോർഡില്ല. വെറും ഒരു ബ്യൂറോക്രാറ്റ് ആയ ആളെ കൊണ്ടുപോയിട്ട് പലപ്പോഴും ഗവൺമെന്റ് ആദ്യം രാഷ്ട്രീയ പാർട്ടി ചേർക്കും, BJP പാർട്ടി ചേർക്കും, പടിപടിയായിട്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്സ് മിനിസ്റ്റർ ആക്കും, ഡെപ്യൂട്ടി മിനിസ്റ്റർ ആക്കും. ഇതല്ല, ക്യാബിനറ്റ് റാങ്കുള്ള വിദേശമന്ത്രി. അത്ഭുതകരല്ലേ? കഴിവിനാണ് പ്രാധാന്യം കൊടുത്തത്. രണ്ടാം മോദി മന്ത്രിസഭ കഴിഞ്ഞു. പിന്നെ വേറൊരാളില്ല, അദ്ദേഹത്തെ തന്നെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത ചലഞ്ചസ് ഏറ്റെടുത്തു. ഇന്നിപ്പോ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട സകല പ്രതിസന്ധികളെയും അതിജീവിച്ചതിന്റെ 1ാമത്തെ ഉത്തരവാദി തീർച്ചയായിട്ടും ജയശങ്കറാണ്. കാരണം നമ്മൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളൊക്കെ വിദേശകാര്യ വകുപ്പായിട്ട് എന്തെല്ലാം നിലപാടുകളാണ് അദ്ദേഹം എടുത്തത്. അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സ്ഥിതി അതാണ്. അസർട്ടീവ് ഡിപ്ലോമസി അല്ലേ?
അദ്ദേഹം കൈവരിച്ച ഇന്ത്യയുടെ താല്പര്യങ്ങളിൽ ഉറച്ചു നിന്ന് അത് സംരക്ഷിക്കുന്ന സ്വന്തം നിലപാട് ആർജവത്തോടെ പ്രഖ്യാപിക്കുന്ന അസേർട്ടീവ് നയതന്ത്രം ആണ്. ടൈം മാഗസിനാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തിട്ട് ഒരു കവർ കൊടുത്തിരുന്നു. ആ കവറിന്റെ തലക്കെട്ടിൽ 2 വാക്കേ ഉണ്ടായിരുന്നു. വാക്ക് ഇങ്ങനെയാണ്, സോഫ്റ്റ് ബട്ട് ഫേം എന്നാണ്. അതാണ് അദ്ദേഹം. കടുപ്പമാണ് അല്ലേ? ഉറച്ചതാണ് പക്ഷേ മൃദുവാണ്. ആരോടും കടിച്ചു കീറാനൊന്നുമില്ല, പക്ഷേ പറയേണ്ടത് പറഞ്ഞിരിക്കും. 1 ഇഞ്ച് നിലപാടിൽ. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് എന്നാണ് വിളിച്ചത്. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ആണ്. അതിന്റെ സത്യത്തിൽ അതൊരു ഒരു പ്രധാന ടേം തന്നെയല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ആണല്ലോ. അപ്പോ ഇതാണ് ജയശങ്കറിന്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജയശങ്കർ ഇങ്ങനെ ചില നിയോഗങ്ങൾ ഉണ്ടാവും. എവറി ലൈഫ് ഹാസ് ഗോട്ട് എ മിഷൻ എന്ന് പറയില്ലേ? ഒരു ജന്മത്തിനൊരു ദൗത്യം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഡൽഹി പോയി പറഞ്ഞത്, അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഈ കെമിസ്ട്രി പഠിക്കാൻ തോന്നിയത്, അതുകൊണ്ടായിരിക്കണം ന്യൂക്ലിയർ സയൻസിൽ PhD എടുക്കാൻ തോന്നിയത്, അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അമേരിക്കയിലും ചൈനയിലും ഒക്കെ അംബാസിഡർ ആവാൻ പോയത്, അതുകൊണ്ടായിരിക്കണം ഈ എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹത്തിന് വന്നു കിട്ടിയത്. തീർച്ചയായിട്ടും ജയശങ്കർ വലിയൊരു വാഗ്ദാനമാണ്. 70 എത്ര വയസ്സായി? ഇപ്പോൾ 55 ജനിച്ചാൽ ഇപ്പോൾ 70 വയസ്സുണ്ടാവും. ഒരുപാട് സാധ്യതകളുണ്ട് അദ്ദേഹത്തെ കൊണ്ട്. ഇനിയും ഈ രാജ്യത്തിന് ഒരുപാട് നയങ്ങളുടെ സജീവ പ്രചാരകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അതാണ് അദ്ദേഹം ഒച്ച വെക്കാത്തത് കൊണ്ട് ശശി തരൂരൊക്കെ ഒരിക്കൽ ഇങ്ങനെ ഭംഗ്യന്തരേണ വളരെ സമർത്ഥമായിട്ട് പറയുന്നത് കേട്ടു. ഇദ്ദേഹം ഒച്ച വെക്കാത്തത് കൊണ്ട് ഇന്ത്യയുടെ ശബ്ദം വേണ്ടത്ര ലോകവേദികളിൽ എത്തുന്നില്ല എന്ന്. മൂപ്പര് വിചാരിച്ചുള്ളത് ഒച്ച വെച്ചിട്ടാണ് ഇത് എത്തിക്കുക എന്നാണ്. അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ എന്തായി? ശശി തരൂർ ഈസ് നോവെയർ. ഇദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. അദ്ദേഹം ഏറ്റവും കുറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ ആ ചെറിയ വാക്കുകളാണ് നമ്മള് ദൈവത്തെ പോലെ എന്ന് പറയില്ലേ? ഓംനിപ്രസന്റ് ആണ്, ഓംനിപൊട്ടന്റ് ആണ് എന്ന് പറയില്ലേ? അതുപോലെയാണ് അദ്ദേഹം. അതാണ് സൗമ്യനാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഫിലോസഫി അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച ഒരു വാക്യം ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ ഉത്തരമായിട്ട് പറഞ്ഞതാണത്. ഇന്ത്യ എന്തുകൊണ്ട് അങ്ങനെയാകുന്നില്ല, ഇങ്ങനെയാകുന്നില്ല, ഇന്ത്യ ഇങ്ങനെയല്ലേ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. അദ്ദേഹം വളരെ സൗമ്യനായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എങ്ങനെ പെരുമാറണമെന്ന് മറ്റുള്ളവരുടെ നെറേറ്റീവ്സിലൂടെ ദയവായിട്ട് ഞങ്ങളോട് പറയരുത്. വി വിൽ ലിവ് വിത്ത് അവർ ഓൺ നെറേറ്റീവ്സ്. ഞങ്ങളുടെ വ്യാഖ്യാനം, ഞങ്ങളുടെ നിർവചനം ഞങ്ങൾ നിർമ്മിക്കും. അത് തന്നെയാണ് എൻ്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ പോലെ ഒരു സംസ്കാരമുള്ള രാജ്യത്തിന് ആ സംസ്കാരത്തിന് ചേർന്ന ഒരു വിദേശകാര്യമന്ത്രി ഉണ്ട് എന്നത് തീർച്ചയായിട്ടും പുതിയ കാലഘട്ടം. നിരവധി വെല്ലുവിളികളുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അയൽരാജ്യങ്ങളുമായിട്ടുള്ള സങ്കീർണമായ സംഘർഷങ്ങളുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. ആഗോള വ്യാപാര, സാങ്കേതിക, ഇതെല്ലാത്തിനും നടുവിൽ ഒരു പാലമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. എല്ലാത്തിലും. പിന്നെ എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു രീതി അനുസരിച്ചേ അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് തിരിച്ച് അങ്ങനെ ഉണ്ടല്ലോ, തോൽപ്പിക്കാവുന്ന മട്ടിൽ. സ്കൂളിന്റെ പ്രൊഡക്റ്റാണ്. അതാണ്, സൈനിക് സ്കൂളാണ്. തീർച്ചയായിട്ടും മിലിറ്ററി സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസിപ്ലിൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു തങ്കലിപികളാൽ നമ്മുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് വിദേശ നയ രൂപീകരണത്തിലൊക്കെ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക മുൻകൈ എടുത്ത് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയിരിക്കല്ലേ ട്രംപ്. അപ്പോഴാണ് അനേകായിരം വാതിലുകൾ ഇന്ത്യയുടെ മുമ്പിൽ തുറക്കുക. ഇടയ്ക്ക് പോയിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരിക. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത്രയേറെ ബന്ധങ്ങളുണ്ട്, വലിയ ബന്ധങ്ങൾ, വഴികളറിയാം. അതാണ് എൻ്റെ കാര്യം. തീർച്ചയായിട്ടും ട്രംപിന് ദീർഘായുസ് ഉണ്ടാവട്ടെ. ട്രംപിന്റെ സേവനം ഇനി രാജ്യത്തിന് ആവശ്യമുണ്ട്. ഈ നാടിന് ഏറ്റവും ആവശ്യമുള്ള ഉത്തമ പുത്രന്മാരുടെ പട്ടികയിൽ തീർച്ചയായിട്ടും എസ് ജയശങ്കർ ഉണ്ടാവും. കൂടുതൽ ആവേശം പകരുന്നതാണ് ജയശങ്കറിന്റെ ചരിത്രം നോക്കിയാൽ തന്നെ വളരെ കൗതുകം. ഒരു വാക്ക് വെട്ടിക്കളയാനില്ലല്ലോ. ഒരു ജീവിതത്തിൽ ഒരു ദിവസം പോലും ഈ ചേറിക്കളയാനില്ല. പതിരില്ലാതെ കതിര് മാത്രമുള്ള ഒരു ജന്മമാണ്. മഹാഭാഗ്യമാണത്. കൈയടിക്കണം അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും. മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതൃക നമ്മുടെ ഭാവി തലമുറക്കും വലിയ, നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കേണ്ട ഒരു പ്രൊഫൈലാണ്. തീർച്ചയായിട്ടും ഒരു ചെറിയ മനുഷ്യൻ, സൗമ്യം. തീർച്ചയായിട്ടും വലിയ മാതൃക. സൗമ്യം, ശാന്തം, പക്ഷേ ശക്തം. യെസ്, തീർച്ചയായിട്ടും. ആ 3 വാക്കുകൾ തന്നെ നല്ലത്. ഓക്കെ, സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.